അപ്പൊ വെറും 5 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മള് റെഡ് റോസിന്റെ ഫ്ലോർ ക്ലീനർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയാ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്ലോർ ക്ലീനർ തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ ക്ലീനറിന്റെ. ഇന്ന് നമ്മൾ റെഡ് റോസിന്റെ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഷോപ്പില് അതിനാവശ്യമായിട്ടുള്ള കിറ്റ് ഉണ്ട് കേട്ടോ. ഫ്ലോർ ക്ലീനറിന്റെ കിറ്റ് അവൈലബിൾ ആണ്. അപ്പൊ അതിലൊരു കിറ്റാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. ഇത് റെഡ് റോസിന്റെ കിറ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ലെമണിന്റെ കിറ്റ് വരുന്നുണ്ട്, ചെമ്പകത്തിന്റെ കിറ്റ് വരുന്നുണ്ട്, ഫ്രൂട്ടിന്റെ കിറ്റ്, ലാവൻഡറിന്റെ കിറ്റ്, ജാസ്മിന്റെ കിറ്റ്, അങ്ങനെ ഒരുപാട് കിറ്റ് ഫ്ലോർ ക്ലീനറിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മുന്നേ ലാവൻഡറിന്റെ ചെയ്തിട്ടുണ്ട്, ഫ്രൂട്ടിന്റെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് റെഡ് റോസിന്റെ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ? അപ്പൊ ഇതിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ജസ്റ്റ് നമുക്ക് മിക്സിങ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇതിലെ വെറും 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റിൽ അതിന് മുന്നേ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ കിറ്റിന് വരുന്നത് എത്ര രൂപയാന്നുള്ളത് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഷിപ്പിംഗ് ചാർജ് അടക്കം. ഇത് നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കേണ്ടവർക്ക് അങ്ങനെ വാങ്ങിക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരണമെങ്കിൽ അങ്ങനെയും അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കോമ്പൗണ്ട് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലോർ ക്ലീനറിന്റെ കോമ്പൗണ്ട് വരുന്നത്. പിന്നെ നമുക്ക് അതിലേക്കുള്ള സ്മെല്ലും കളറും ആണ് കേട്ടോ. ഇത് 10 ലിറ്റർ ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്ലോർ ക്ലീനറിന്റെ കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് സ്മെല്ലും കോമ്പൗണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഈ കിറ്റ് മേടിച്ച് ഒരുപാട് ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മുടെ മുന്നിലത്തെ വീഡിയോ കണ്ടിട്ടാണ് അവരെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്നും അവർ സെയിലൊക്കെ തുടങ്ങിയെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ റെഡ് റോസിന്റെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ റെഡ് റോസിന്റെ. നല്ല പ്രത്യേക തരം ഒരു സ്മെല്ലാണ്. വാവ്, സൂപ്പർ സ്മെല്ലാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ വെറും മിക്സിങ് മാത്രമാണ് വരുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഫ്ലോർ ക്ലീനർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് 9.5 ലിറ്റർ വെള്ളമാണ് ഇനി ആവശ്യമുള്ളത്. 10 ലിറ്റർ ഉണ്ടാക്കാനായിട്ട് 1/2 ലിറ്റർ കോമ്പൗണ്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 9.5 ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ മിക്സിലേക്ക് ഇനി വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 9.5 ലിറ്റർ വെള്ളമാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 10 ലിറ്റർ ആണ്. നമുക്ക് 1/2 ലിറ്റർ കോമ്പൗണ്ടും കൂടി വരുമ്പോൾ ടോട്ടൽ 10 ലിറ്റർ ആവും കേട്ടോ. അപ്പൊ നമുക്ക് പയ്യെ ഇളക്കി കൊടുക്കാം. അപ്പൊ ദേ ഇതുപോലെ പതയൊക്കെ വരും കേട്ടോ. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ഈ വാട്ടർ ഈ കോമ്പൗണ്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ എല്ലാ ഫ്ലോർ ക്ലീനറും ചെയ്യുന്നത്. കളറിലും അതുപോലെ തന്നെ സ്മെല്ലിലും മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. എല്ലാത്തിൻ്റെയും കോമ്പൗണ്ട് ഒരുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 9.5 ലിറ്റർ വെള്ളം മൊത്തമായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കളറാണ് കേട്ടോ. അപ്പോൾ നല്ല റെഡ് കളറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് റെഡ് റോസിൻ്റെ ഫ്രാഗ്രൻസും അതുപോലെ തന്നെ റെഡ് കളറാണ് കേട്ടോ വരുന്നത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. കളർ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലൊരു റെഡ് കളറിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പൊ നമ്മള് കളർ കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ കുറച്ച് നേരം വെക്കുമ്പോഴേക്കും ഇതിന്റെ മുകളിൽ ആ പതയൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ. കുറച്ച് നേരം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പൊ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിന്റെ ബബിളൊക്കെ മാറി നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാം. അപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കുറച്ച് പതയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ പതയുള്ളൂ. അപ്പൊ നമ്മൾ ഈ ക്യൂബ് ബോട്ടിലാണ് കേട്ടോ ഫ്ലോർ ക്ലീനർ നിറയ്ക്കാനായിട്ട് പോകുന്നത്. 1 ലിറ്ററിന്റെ ബോട്ടിലാണ്. അപ്പൊ നമുക്ക് ഓരോ ബോട്ടിലായിട്ട് നിറയ്ക്കാം കേട്ടോ. നല്ല അടിപൊളി ഒരു റെഡ് കളറാണ് കേട്ടോ റെഡ് റോസിന്റെ. ഇതിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറിലാണ് കേട്ടോ.
നല്ലൊരു സ്മെല്ലൂടെയാണ് നമ്മൾ ഇതിനെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ബോട്ടിൽസിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽസിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാബിൽ കേട്ടോ, ഫ്ലോർ ക്ലീനറിന്റെ ലാബിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോ ലാബിലെടുത്ത് ഓരോ ബോട്ടിൽസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ വെറും 5 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മള് റെഡ് റോസിന്റെ ഫ്ലോർ ക്ലീനർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയാ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കാം. തൃശ്ശൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷ് ഉണ്ട്, അതുപോലെ ഹാൻഡ് വാഷ് ഉണ്ട്, ഫിനോയിൽ ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ലിക്വിഡ് ഡിറ്റർജന്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെങ്കിലും കിട്ടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ നമ്പറിലേക്ക്, വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതേ 10 ലിറ്റർ ഇതേ ഉണ്ടാക്കി വെച്ച് കണ്ടിട്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.